East Point College of Higher Education. We are taking this interview for a project from Yas Home Decor Warehouse, Hennur, Karnataka. Hi sir. ഹായ്. താങ്കളെക്കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഓക്കെ, എൻ്റെ പേര് ആസിഫ് എന്നാണ്. ഞാനാണ് ഇതിനെ നടത്തിപ്പുകാരൻ. ഓക്കെ, സ്ഥാപനത്തിൽ നടത്തിപ്പുകാരനാണ്. എന്തുകൊണ്ടാണ് താങ്കൾ ഹോം ഡെക്കോർ ബിസിനസ് തിരഞ്ഞെടുത്തത്? ആക്ച്വലി ഇത് ഞാൻ തിരഞ്ഞെടുത്തതല്ല, ഫാമിലി പരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇത്. ആക്ച്വലി എന്താ മെയിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 20 വർഷമുള്ള പാരമ്പര്യമുണ്ട് നമ്മുടെ ഈ ബിസിനസ്സിന്. മെയിനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫർണിച്ചറിൻ്റെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഹോൾസെയിൽ സപ്ലൈസിന് വിൽക്കുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മുടെ മെയിനായിട്ടുള്ള ബിസിനസ് ഹോൾസെയിലാണ് ആക്ച്വലി. അങ്ങനെ നമ്മൾ ഈ ഹോം ഡെക്കോർ സംഭവം ഇവിടെ ഫസ്റ്റായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു 15 വർഷം മുന്നേ നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ കേരളത്തിലാണ് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്നേക്കുന്ന ഈ സാധനം. അത് കൊണ്ടുവന്നപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ തന്നെ നമ്മുടെ ഷോപ്പിൽ നമ്മൾ കൊടുക്കുന്ന അവരുടെ റീറ്റെയിലേഴ്സിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരുന്നു. നമ്മളൊരു സാധനം കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇത് ഭയങ്കര ഡിമാൻഡ്, അവർക്കാണെങ്കിൽ ഈ സാധനം കുറേ അവരുടെ കടകളിൽ കുറേ വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഒരു ഡിമാൻഡ് മനസ്സിലാക്കി നമ്മളിത് ഒന്നും കൂടി ഒന്ന് വലുതാക്കാന്നുള്ള തീരുമാനമെടുത്ത് അങ്ങനെ നമ്മളിപ്പോൾ ഇതിലാണ് നിൽക്കുന്നത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എത്ര ക്യാപിറ്റൽ വേണ്ടി വന്നു? എറൗണ്ട് ഒരു 20 കൊല്ലം ബാക്കാണ് തുടങ്ങിയത്. ഐ തിങ്ക് അന്നത്തെ ഒരു എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 to 40 ലാക്ക്. എക്സാക്റ്റ് എത്രയാണെന്ന് അറിയില്ല, അറൗണ്ട് 30 to 40 ലാക്കായിട്ടുണ്ട്. പ്രോഡക്റ്റ്സ് ഒക്കെ എവിടെ നിന്നാണ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത്? പ്രൊഡക്ട്സ് മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ്. ചൈന, ഇന്തോനേഷ്യ, തായ്ലൻഡിൽ നിന്ന് ഇപ്പോൾ നമുക്ക് പ്രൊഡക്ട്സ് നിലവിൽ വരുന്നുണ്ട്. നിങ്ങളുടെ പ്രാഥമിക ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്? ആക്ച്വലി നമ്മളങ്ങനെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മൾ ഹോൾസെയിലർ ആയതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഷോപ്പിലെ ആൾക്കാരായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. റീറ്റെയിലേഴ്സ് ആയിരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്. സീസണൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എങ്ങനെയാണ് ചെയ്യുന്നത്? സീസണൽ മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് മന്ത്ലി എങ്ങനെ വന്നാലും ഒരു 2 to 3 കൺസൈൻമെൻറ്റ് ഉണ്ട്. നിലവിലിപ്പോൾ നമുക്ക് 3 to 4 കൺസൈൻമെൻറ്റ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഓൾറെഡി നമ്മൾ ഹോൾസെയിലറാണ്. നമുക്ക് റീറ്റെയിലർക്കാണ് നമ്മൾ സാധനം സപ്ലൈ ചെയ്യുന്നത് മെയിനായിട്ട്. ഒരു കൺസൈൻമെൻറ്റിൽ വന്ന പ്രൊഡക്ട്സ് പിന്നെ നെക്സ്റ്റ് കൺസൈൻമെൻറ്റിൽ വരുന്നില്ല. ഒരു കൺസൈൻമെൻറ്റിലുള്ള പ്രൊഡക്ട്സ് അത് വൺസ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഷോപ്പുകാർക്ക് നല്ല ഉപകാരമായിരിക്കുള്ളൂ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, പ്രാവശ്യം അവരുടെ ഷോപ്പിൽ വന്ന പ്രൊഡക്റ്റ് പിന്നെ നെക്സ്റ്റ് ടൈം അവർക്ക് പിന്നെ പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സീസണലായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞ സംഭവം വെച്ചാൽ അതിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് തന്നെ നമുക്കിവിടെ വന്ന് പോകുന്നുണ്ട്. സെയിൽസ് കൂടാൻ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ്? സെയിൽസ് കൂടാനായിട്ട് ഇപ്പം നമ്മൾ മെയിൻലി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നല്ലോണം ആക്റ്റീവാണ്. നമ്മുടെ പേജ് നല്ലോണം ആക്റ്റീവാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പം അങ്ങനെ അറിഞ്ഞ് വരുന്നവർ കുറേ കൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കുള്ളൂ. ഒരു ക്ലയൻറ്റിൽ നിങ്ങൾ എങ്ങനെയാണ് ഫീഡ്ബാക്ക് ചെയ്യുന്നത്? ക്ലയൻറ്റിൽ നിന്ന് നമ്മൾ മെയിനായിട്ട് ചോദിച്ചറിയുന്നത് നമ്മൾ കൊടുത്ത സർവീസ് എങ്ങനെയുണ്ടെന്നാണ്. ഓക്കെ, നമ്മുടെ സർവീസ് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഹോം ഡെക്കോർ ഇൻഡസ്ട്രിയിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ ഇപ്പോൾ നമ്മളിപ്പോൾ ഡെക്കോർ ഐറ്റംസ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇതിൽ നിന്നുള്ള അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളടുത്ത് ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ അവർ നല്ലൊരു ഹാപ്പിയായി നമ്മളടുത്ത് പർച്ചേസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിൽ അവരും വീണ്ടും കുറേ കൂടി ഐറ്റംസ് ഉണ്ടെന്നും പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അത് നമ്മളെ കൊണ്ട് കൊടുക്കാൻ നല്ലോണം സാധിക്കുന്നുണ്ട്.